സാക്ഷാൽ VS അച്യുതാനന്ദനെ തോൽപ്പിച്ച പാർട്ടിയാണിത്. പാർട്ടിയുമായി തുടർച്ചയായി കലഹിച്ച VSന് വേണ്ടി തെരുവിലിറങ്ങിയ ജനക്കൂട്ടത്തിന് ആ പാർട്ടിയെ തിരുത്താനായില്ലായിരുന്നുവെങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പാർട്ടി വിരുദ്ധതയുടെ തൂവൽ ആ ചരിത്ര പുരുഷന്റെ തലയിലും ചാർത്തപ്പെടുമായിരുന്നു. ഐഷ പോറ്റി, PK ശശി, S രാജേന്ദ്രൻ തുടങ്ങി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം CPIM-ൽ നിന്നും കലഹിച്ചിറങ്ങിയ നേതാക്കളുടെ പട്ടികയിൽ G സുധാകരൻ വരെ ഇനി അങ്ങോട്ട് എത്ര പേരുകൾ വന്നാലും എല്ലാം നേടി പദവി കിട്ടാതെ വന്നപ്പോൾ പാർട്ടിയെ വഞ്ചിച്ചവരെന്ന ഒരൊറ്റ ക്യാപ്സ്യൂൾ. പക്ഷേ KV തോമസ് മുതൽ കേരള കോൺഗ്രസ് M വരെ മറുവശത്ത് പട്ടിക എത്ര നീണ്ടാലും അതൊരു പ്രത്യേകതരം ജനാധിപത്യ പോരാട്ടം. ആലപ്പുഴ പാർട്ടിയിലെ ജീവിച്ചിരിക്കുന്ന ഏക അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാളിയാണ്. പക്ഷേ അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികത്തിൽ ക്ഷണക്കത്ത് പോലുമില്ല. അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാട്ടത്തിന്റെ അട്ടിപ്പേർ അവകാശം ചിലർക്ക് മാത്രമോ എന്ന് അദ്ദേഹം കടത്തി ചോദിക്കാത്തത് ഭാഗ്യം. സ്ഥാനമാനങ്ങൾ ചോദിച്ചതിനല്ല, പരിഗണന ചോദിച്ചതിന്റെ പേരിലാണ് 63 വർഷത്തെ പാർട്ടി പ്രവർത്തന പാരമ്പര്യമുള്ള ഒരാൾ ഇന്നലത്തെ മഴയത്ത് കുരുത്ത സൈബർ പോരാളികളുടെ ട്രോൾ മെറ്റീരിയലായി മാറുന്നത്. പാർട്ടി അവഹേളിച്ചുവെന്ന് ചിന്തിക്കുകയല്ല EP ജയരാജൻ സഖാവേ, പാർട്ടി അവഗണിക്കുന്നുവെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ആവർത്തിച്ചു പറഞ്ഞു പലതവണ. താങ്കൾ ഉൾപ്പെടെ ആരും അത് കേട്ടില്ലെങ്കിൽ ആരുടെ കുഴപ്പമാണത്? G സുധാകരൻ മാത്രമോ? സുരേഷ് കുറുപ്പ്, N സുകന്യ, KK ശൈലജ വരെ ആ പട്ടിക എത്ര നീണ്ടാലും കേൾക്കില്ല നിങ്ങളാരും. KK ശൈലജയിലൂടെ കേരളത്തിനൊരു വനിതാ മുഖ്യമന്ത്രി എന്ന് നാട് ആഗ്രഹിക്കുന്നിടത്ത് ശൈലജയെ നിയമസഭയിൽ പോലും എത്തിക്കാതിരിക്കാനുള്ള കുബുദ്ധിക്കെതിരെ ഒരു നേർത്ത ശബ്ദം പോലും ഉയരാത്തത്, മറിച്ചൊരു ചോദ്യം ചോദിച്ചാൽ ചാർത്തി കിട്ടുന്ന പാർട്ടി വിരുദ്ധതയുടെ പട്ടം, സൈബറിടത്തിലെ കേട്ടാലർക്കുന്ന ഭാഷയിലെ അവഹേളനം, ഇതൊക്കെ പേടിച്ചിട്ടാകണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.